നമസ്കാരം. ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. ദേശീയപാത കൊടകരയ്ക്ക് സമീപം പേരാമ്പ്രയിൽ ബൈക്ക് യാത്രികൻ കാർ ഇടിച്ചു മരിച്ചു. പോട്ട ആശ്രമത്തിന് സമീപം മേനാച്ചേരി വീട്ടിൽ ജോണിയാണ് മരിച്ചത്. സംസ്ഥാന കായിക യുവജന ക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നന്ദി പ്രകടന പര്യടനം നടത്തി. കുടുംബശ്രീ മതിലകം CDSന്റെ നേതൃത്വത്തിൽ ബാലസഭ കുട്ടികൾക്കായി 3 ദിവസത്തെ അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാത കൊടകരയ്ക്ക് സമീപം പേരാമ്പ്രയിൽ ബൈക്ക് യാത്രികൻ കാർ ഇടിച്ചു മരിച്ചു. പോട്ട ആശ്രമത്തിന് സമീപം മേനാച്ചേരി വീട്ടിൽ ജോണിയാണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് 6:15 പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിന് സമീപമായിരുന്നു സംഭവം. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ ദേശീയപാത മുറിച്ച് കടക്കുകയായിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ജോണിയെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്ഥാന കായിക യുവജന ക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നന്ദി പ്രകടന പര്യടനം നടത്തി. രാവിലെ മാള വലിയപറമ്പ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പര്യടനം DCC ജനറൽ സെക്രട്ടറി KK രവി നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. സർക്കാർ വന്ന അന്നു മുതൽ സമരാഭാസങ്ങളുമായി നടത്തുന്ന ഈ ഇടതുപക്ഷ മുന്നണിയുടെ സമരാഭാസത്തെ ഇന്നാട്ടിലെ മുഴുവൻ ജനങ്ങളും തിരിച്ചറിയണമെന്നാണ് പറയാനുള്ളത്. പോലീസ് തല്ലുകയാണ് വേണ്ടത്. പക്ഷേ പോലീസിനെ അങ്ങോട്ട് തല്ലി പോലീസിന്റെ ജലപീരങ്കിയുടെ മുകളിൽ കൊടികെട്ടി അതിന്റെ പൈപ്പൊടിക്കുന്ന സംസ്കാരമാണ്, സമരാഭാസമാണ് ഇവിടെ നടക്കുന്നത്. അത് മനസ്സിലാക്കി കൊണ്ടുവേണം ഇന്നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും സർക്കാരിനെ വിലയിരുത്താനും ഇവിടുത്തെ പോലീസിനെ വിലയിരുത്താനും. പോലീസ് എല്ലാവരും നല്ലതാണെന്ന് ഞങ്ങൾ പറയുന്നില്ല, പോലീസുകൾ ഉണ്ട്. ജിയോ ജോർജ്, സെയ്ദ് മുഹമ്മദ്, സോയി കോലഞ്ചേരി, ഡൊമനിക്, ബിനോയ് അദിയാറത്ത്, TK ജിനേഷ്, മറ്റു കോൺഗ്രസ് പ്രവർത്തകരും പങ്കെടുത്തു. പര്യടനം വൈകിട്ട് മാള ടൗണിൽ സമാപിക്കും. സുദീർഘമായ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. വളരെ ഐതിഹാസികമായ ഒരു വിജയം കേരളത്തിനകത്ത് ഐക്യജനാധിപത്യ മുന്നണിക്ക് 102 സീറ്റുകളോടുകൂടി കേരള ജനത സമ്മാനിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. ജനതയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി രംഗനായ മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ VD സതീശൻ MLA ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുകയും ആ മന്ത്രിസഭയ്ക്കകത്ത് കൊടുങ്ങല്ലൂരിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ നിന്ന് കേരളത്തിലെ സ്പോർട്സ് യുവജനകാര്യക്ഷേമ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കൂടി ഈ നാട്ടിലെ ജനങ്ങളെല്ലാം നൽകിയ പിന്തുണ കൊണ്ടും നിങ്ങളെല്ലാം പ്രാർത്ഥനകൾ കൊണ്ടുമുണ്ടായ വിജയം കൊണ്ട് ഇന്ന് കടന്നു വരാൻ ഒരു അവസരം ഉണ്ടായിട്ടുള്ളതിൽ കുടുംബശ്രീ മതിലകം CDSന്റെ നേതൃത്വത്തിൽ ബാലസഭാ കുട്ടികൾക്കായി 3 ദിവസത്തെ അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. കാർബൺ ന്യൂട്രൺ, കാർബൺ ഫുട് പ്രിന്റ് എന്നീ പരിസ്ഥിതി സൗഹൃദ ആശയങ്ങളെ ആസ്പദമാക്കി സംഘടിപ്പിച്ച ക്യാമ്പ് കുട്ടികൾക്ക് പുതുമയാർന്ന അനുഭവമായി. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുണ്ടാക്കിയ, അതായത് കുളവാട ഉപയോഗിച്ച് പേപ്പർ ഉണ്ടാക്കി അല്ലേ? അപ്പൊ നമുക്കിതിനെ കുറിച്ച് നേരത്തെ ഒരു ബോധം ഉണ്ടായിരുന്ന ഇല്ലല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് പഠിക്കുന്നതിന് വേണ്ടി കുട്ടികളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് ആരോഗ്യം, ശുചിത്വം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം എന്നീ ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. CDS ചെയർപേഴ്സൺ CB രാജേഷ് അധ്യക്ഷത വഹിച്ചു. സാമൂഹിക വികസന ഉപസമിതി കൺവീനർ ഹിമ സന്തോഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് മഞ്ഞളി, ഹസീന റഷീദ്, PV പ്രസീദ, ബിജിത ഷൈൻ, യാസർ, അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീകല, CDS വൈസ് ചെയർപേഴ്സൺ ശാലിനി ബിജു, ബ്ലോക്ക് കോർഡിനേറ്റർ ജിസ്മി, അക്കൗണ്ടന്റ് സുജിത എന്നിവർ സംസാരിച്ചു. SNDP ദേവമംഗലം ശാഖയിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി ഏകദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. SNDP നാട്ടിക യൂണിയൻ വൈസ് പ്രസിഡന്റ് സുദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പല ഭാരവാഹികളും, ബാലവിനോദത്തിൽ തന്നെ പല ഭാരവാഹികളും പിന്നെ നമുക്ക് നാട്ടിലുണ്ടാവില്ല. അവർ പഠിക്കാനൊക്കെയായി ചിലപ്പോൾ കേരളത്തിന്റെ പുറത്തായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ത്യക്ക് തന്നെ പുറത്ത് പോകുന്ന കുട്ടികളൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് SNDP യോഗം പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള സംഘടന പോലെയല്ല, ഉന്നത സംഘം പോലെയല്ല, ബാലജനയോഗവും യൂത്ത് മൂവ്മെന്റിലൊക്കെ സ്ഥിരമായി നമ്മുടെ മക്കളെ ഒത്തുകിട്ടുക എന്നുള്ളത് എളുപ്പമല്ല. അവരുടെ പഠനവുമൊക്കെ ബന്ധപ്പെട്ട് പല സ്ഥലത്തും പോകുമ്പോൾ നമ്മൾ തെരഞ്ഞെടുത്ത പല കുട്ടികളും തന്നെ പ്രവർത്തകർ പോകുന്നൊരവസ്ഥയില്ല. മാത്രമല്ല
ഇപ്പോൾ ഈ ദിവസങ്ങൾ, ഈ ആഴ്ച എന്ന് പറയുന്നത് നമുക്കറിയാം സ്കൂൾ തുറക്കാൻ പോകുന്നതിന്റെ മുൻപിലത്തെ ആഴ്ചയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് തിരക്കുകളുള്ള സമയമാണ്. ഇന്നാണെങ്കിൽ +2 റിസൾട്ട് വരികയാണ് വൈകിട്ട്. ശാഖാ പ്രസിഡന്റ് ടി.വി. വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണവും 3ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടന്നു. നാട്ടിക യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി, ബാലജനയോഗം കോർഡിനേറ്റർ പ്രകാശ് കടവിൽ, യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ്, ശാഖാ വൈസ് പ്രസിഡന്റ് കെ.ആർ. സത്യൻ, സെക്രട്ടറി ടി.എസ്. പ്രദീപ്, സി.കെ. രാമു, ശങ്കരനാരായണൻ, രമേശ്, രാജി, ശ്രീധരൻ, ഇന്ദിര രാജഗോപാൽ, കൈരളി വത്സൻ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി ഗുരുദേവ മൂവ്മെന്റ് ഇന്ദ്രസേനൻ ക്യാമ്പ് നയിച്ചു. തൃശൂർ CMI ദേവമാതാ പ്രവിശ്യാംഗവും മാള ഫൊറോന ഇടവക അംഗവുമായ ഫാദർ വിൻസെന്റ് പാറേക്കാട്ട് നിര്യാതനായി. മാള ഫൊറോന ഇടവകയിലെ പാറേക്കാട്ട് ദേവസി PP കൊച്ചുറോസ KA ദമ്പതികളുടെ പുത്രനായി 1939 ഡിസംബർ 26 ജനിച്ച ഫാദർ വിൻസെന്റ് പാറേക്കാട്ട് 1959 CMI സന്യാസ സഭയിൽ ആദ്യവ്രതം അനുഷ്ഠിച്ചു. 1972 കർദിനാൾ ജോസഫ് പാറേക്കാട്ട് പിതാവിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു. 2003 മുതൽ ചാലക്കുടി CMI ഭവനിൽ താമസിച്ചു വരികയായിരുന്നു. സെന്റ് അലോഷ്യസ് ഹൈസ്കൂളിൽ അധ്യാപന ജീവിതം ആരംഭിച്ച ഫാദർ വിൽസൺ പാറേക്കാട്ട് തലോർ ദീപ്തീസ് ഹൈസ്കൂളിന്റെ സ്ഥാപകനും പ്രധാന അധ്യാപകനുമായിരുന്നു. തുടർന്ന് അമേരിക്കയിൽ ദീർഘകാലം സുസ്ഥിരമായ അജപാലന ശുശ്രൂഷ നിർവഹിച്ചു. പിന്നീട് തൃശൂർ ദേവമാതാ പ്രവിശ്യയുടെ വികാർ പ്രൊവിൻഷ്യാളായും സേവനം അനുഷ്ഠിച്ചു. ചാലക്കുടി കാർമൽ സ്കൂൾ, ചാലക്കുടി CMI പബ്ലിക് സ്കൂൾ എന്നീ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജരായും പ്രവർത്തിച്ചിട്ടുണ്ട്. സിസ്റ്റർ മേരി പാറേക്കാട്ട്, ജേക്കബ് പാറേക്കാട്ട്, ബിജിലി സെബാസ്റ്റ്യൻ, കൊച്ചു ത്രേസ്യ മൈക്കിൾ, ഫിലോ തോമസ്, പോൾ പാറേക്കാട്ട്, ജോസ് പാറേക്കാട്ട് എന്നിവർ സഹോദരങ്ങളാണ്. ഭൗതിക ശരീരം നാളെ രാവിലെ 8:30 മുതൽ 9:30 വരെ ചാലക്കുടി CMI പബ്ലിക് സ്കൂൾ അങ്കണത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് സംസ്കാര കർമ്മങ്ങൾ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ മാള കോട്ടയ്ക്കലുള്ള സെന്റ് തോമസ് മൊണാസ്ട്രണിയിൽ നടക്കും. TVS മാള ഡീലർ ആദർശ് മോട്ടോഴ്സിന്റെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ ഷോറൂമും സർവീസ് സെന്ററും പ്രവർത്തനം ആരംഭിച്ചു. മാള KK റോഡിൽ ആരംഭിച്ചിരിക്കുന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് നിർവഹിച്ചു. ഇപ്പോൾ മാളക്കകത്തുള്ള അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരിലുള്ള എല്ലാ വ്യാപാര സ്ഥാപനങ്ങളെ സംബന്ധിച്ചും എനിക്കാകെയുള്ളൊരു ആശംസ, എല്ലാ സ്ഥാപനങ്ങളും മെച്ചപ്പെടണം. കൂടുതൽ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെടാനും ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ തൊഴിലവസരങ്ങൾ കൊടുക്കാനും ഈ പ്രദേശത്തിൻ്റെ എക്കണോമി ആകെ ഒന്ന് പിടിച്ചു നിർത്തുന്ന രീതിയിലേക്ക് ഒരു സാമ്പത്തിക ക്രമീകരണമൊക്കെ നടക്കാവുന്ന രീതിയിലേക്ക് മാളയിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ ഉയർന്നു വരണമെന്ന് തന്നെയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇവിടെ TVSന്റെ ഷോറൂം ഇങ്ങനെ ഒരു പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ രാജു മണവാളനും അദ്ദേഹത്തിൻ്റെ ഈ സംരംഭത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഒരു വലിയ വിജയമായി ഈ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പിന്നീടുള്ള ഘട്ടങ്ങളിൽ തുടർന്നുള്ള ഘട്ടങ്ങളിലൊക്കെ സംസാരിക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് അറിയിക്കുന്നു. വേദിയിലുള്ള പ്രിയപ്പെട്ട പ്രസിഡന്റ് പാപ്പച്ചൻ ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജോഷി കാഞ്ഞൂത്തറ, മൂപ്പൻസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർമാൻ ശ്രീ ബഷീർ മൂപ്പൻ, ശ്രീ ജിൻസ് ജോർജ്, ശ്രീ ഷാരൂഖ് മൂപ്പൻ, ശ്രീ ആരിഫ് കോറോത്ത് ഉൾപ്പെടെയുള്ള എല്ലാവരെയും ആശംസകളുടെ ഭാഗമായി പങ്കെടുത്ത് അഭിവാദ്യം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഇവിടെ ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുള്ള വാക്ക് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. മാളയിൽ TVS ഡീലറായ ആദർശ് മോട്ടോഴ്സിന്റെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ ഷോറൂമും സർവീസ് സെന്ററും പ്രവർത്തനം ആരംഭിച്ചു. മാള KK റോഡിൽ ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാള യൂണിറ്റ് പ്രസിഡന്റ് PT പാപ്പച്ചന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മാള ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോഷി കാഞ്ഞൂത്തറ, മൂപ്പൻസ് ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ ബഷീർ മൂപ്പൻ, TVS മോട്ടോർ കമ്പനി ടെറിട്ടറി സെയിൽസ് മാനേജർ ജിൻസ് ജോർജ്, മൂപ്പൻസ് ഗ്രൂപ്പ് ഓഫ് കമ്പനി MD ഷാരൂഖ് മൂപ്പൻ, പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. സ്ഥാപന ഉടമ രാജു മണവാളൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാള യൂണിറ്റ് ജനറൽ സെക്രട്ടറി ആരിഫ് കോറോത്ത്, മാള ആദർശ് മോട്ടോഴ്സ് മാനേജർ സമ്പത്ത് മുഹമ്മദ് എന്നിവരോടൊപ്പം രാഷ്ട്രീയ സാംസ്കാരിക വ്യവസായ രംഗത്തെ പ്രമുഖർ, മാനേജ്മെന്റ് പ്രതിനിധികൾ, ജീവനക്കാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മെയ് 30 വരെ ഷോറൂമിൽ നിന്ന് TVS സ്കൂട്ടറുകൾ വാങ്ങുന്നവർക്ക് സൗജന്യ അക്സസറികൾ, 2500 രൂപ വില വരുന്ന ഉറപ്പായ സമ്മാനങ്ങൾ, പഴയ വാഹനങ്ങൾക്ക് എക്സ്ചേഞ്ച് ഓഫർ, 0% ഡൗൺ പേയ്മെന്റ്, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്ക് എന്നിവ ലഭ്യമാകും. കൂടാതെ ജൂൺ 30 വരെ മാളയിലെ ആദർശ് TVS സർവീസ് സെന്ററിൽ വാഹനങ്ങൾ സർവീസ് ചെയ്യുന്നവർക്ക്
10% ലേബർ ഡിസ്കൗണ്ടും സ്പെയർ പാർട്സിനും എഞ്ചിൻ ഓയിലിനും പ്രത്യേക ഓഫറുകളും ലഭ്യമാണെന്ന് അധികൃതർ അറിയിച്ചു. മീഡിയ ടൈം. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത കൊടകരയ്ക്ക് സമീപം പേരാമ്പ്രയിൽ ബൈക്ക് യാത്രികൻ കാർ ഇടിച്ചു മരിച്ചു. പോട്ട ആശ്രമത്തിന് സമീപം മേനാച്ചേരി വീട്ടിൽ ജോണിയാണ് മരിച്ചത്. സംസ്ഥാന കായിക യുവജന ക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നന്ദി പ്രകടന പര്യടനം നടത്തി. കുടുംബശ്രീ മതിലകം CDSന്റെ നേതൃത്വത്തിൽ ബാലസഭ കുട്ടികൾക്കായി 3 ദിവസത്തെ അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.